ഹായ്, അബൂരിക്കോളാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒടുവിൽ പി.വി. അൻവർ എം.എൽ.എ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളും വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും എല്ലാം ചേർന്നുകൊണ്ട് അൻവറിന്റെ ഭാവി ഇനി എന്താണ്, അൻവറിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു പാർട്ടി, അൻവറിനെ തള്ളിപ്പറഞ്ഞു മുഖ്യമന്ത്രി, ഇടതുപക്ഷ സൈബർ പ്രൊഫൈലുകൾ പോലും പി.വി. അൻവറിനെതിരായി മാറി തുടങ്ങിയിരിക്കുന്നു. ഇനി എന്താണ് പി.വി. അൻവറിന്റെ ഭാവി? അതിൻ്റെ ഇടക്ക് പി.വി. അൻവർ ലീഗിലേക്ക് പോകും, പി.വി. അൻവർ കോൺഗ്രസിന്റെ ഭാഗമാവുകയില്ല, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും എല്ലാ ചർച്ചകൾക്കും ഒരവസാനം വന്നിരിക്കുകയാണ്. സഖാവ് പി.വി. അൻവർ വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് പറയാനുള്ളത് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട്, ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട്, പൊതുസമൂഹത്തിനോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടക്കുന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ വിഷമത്തോടെയാണ് ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നത്. എന്നാൽ ഇത് സാധാരണക്കാരായ പാർട്ടി അണികളുടെയും പൊതുസമൂഹത്തിന്റെയും നന്മക്കായി ഏറ്റെടുത്ത് നടത്തേണ്ടി വന്ന പ്രവർത്തനമാണ്. പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരായാണ് ശബ്ദമുയർത്തിയത്. അക്കാര്യത്തിൽ ലവലേശം കുറ്റബോധമില്ല, പിന്നോട്ടുമില്ല. വിഷയങ്ങൾ സംബന്ധിച്ച് സർക്കാരിന് നൽകിയ പരാതിയിന്മേൽ സർക്കാർ പല അടിയന്തര നടപടികളും സ്വീകരിച്ചതിൽ നിന്ന് തന്നെ വിഷയത്തിന്റെ ഗ്രാവിറ്റി വ്യക്തമാണ്. എന്നാൽ കുറ്റാരോപിതർ തൽസ്ഥാനത്ത് തുടരുന്നതിനോട് അന്നും ഇന്നും വിയോജിപ്പുണ്ട്. അത് പലതവണ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ നാട്ടിലെ സഖാക്കളെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഒരു ഗൗരവതരമായ വിഷയം എന്ന നിലയിലാണ് ഈ വിഷയത്തെ സമീപിച്ചത്. ഇക്കാര്യത്തിനായി ആരും നടക്കാത്ത വഴികളിലൂടെയൊക്കെ നടക്കേണ്ടി വന്നിട്ടുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട്. മറ്റു വഴികൾ എനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അക്കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു. വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായി എഴുതി നൽകിയാൽ അവ പരിശോധിക്കും എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചിരുന്നു. വിശദമായി പരാതി അദ്ദേഹത്തിന് എഴുതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സമയബന്ധിതമായി വേണ്ട പരിശോധനകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാദ പോലീസ് ഉദ്യോഗസ്ഥന്റെ RSS സന്ദർശനത്തിൽ തുടങ്ങി തൃശൂർ പൂരം മുതൽ വർഗീയത പ്രചരിപ്പിക്കുന്ന യൂട്യൂബേഴ്സിനെ സഹായിച്ചതുവരെയും സ്വർണ്ണക്കള്ളക്കടത്തടക്കമുള്ള മറ്റനേകം ഗുരുതരമായ വിഷയങ്ങളുമാണ് ഞാൻ ഉയർത്തിയത്. ഇക്കാര്യത്തിൽ ചാപ്പയടിക്കും മുൻവിധികൾക്കും അതീതമായി നീതിപൂർവമായ പരിശോധനയും നടപടിയും ഈ പാർട്ടി സ്വീകരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ഈ നാട്ടിലെ മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ എക്കാലത്തെയും വലിയ ആശ്രയമാണ് ഇടതുപക്ഷം. ഈ ചേരിക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് CPIM. ഈ പാർട്ടിയോട് അങ്ങേയറ്റത്തെ വിശ്വാസമുണ്ട്. നൽകിയ പരാതി പാർട്ടി വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്നും ചില പുഴുക്കുത്തുകൾക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും എനിക്കുറപ്പുണ്ട്. ഇക്കാര്യങ്ങൾ എല്ലാം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പി.വി. അൻവർ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നോക്കി നിൽക്കുന്ന മറ്റുള്ളവരും ചില മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ നിരാശരായേ മതിയാവൂ. ഈ പാർട്ടിയും വേറെയാണ്, ആളും വേറെയാണ്. ഞാൻ നൽകിയ പരാതികൾക്ക് പരിഹാരമുണ്ടാകുമെന്ന ബോധ്യം ഇന്നെനിക്കുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എളിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ പാർട്ടി നൽകിയ നിർദ്ദേശം ശിരസാൽ വഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന ഈ നിമിഷം മുതൽ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പാർട്ടിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നീതി ലഭിക്കും എന്ന ഉറപ്പ് എനിക്കുണ്ട്. പാർട്ടിയാണ് എല്ലാത്തിനും മുകളിൽ. സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറ. സഖാക്കളെ, നാം മുന്നോട്ട്. ഇതാണ് പി.വി. അൻവർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഇതിന്റെ അവസാന വരികളിൽ വളരെ കൃത്യമായി തന്നെ പി.വി. അൻവറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും പിണറായി വിജയനെയും ഇവിടുത്തെ സഖാക്കളെയും ഒക്കെ അങ്ങ് തമ്മിൽ തല്ലിക്കാം എന്നാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്നത്തെ ദിവസം ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനു ശേഷം ആ വാർത്താ സമ്മേളനത്തിനൊടുവിൽ പി.വി. അൻവറിന്റെ വാർത്താ സമ്മേളനവും ഉണ്ടായി. ഈ രണ്ട് വാർത്താ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിൽ പിണറായി വിജയൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പി.വി. അൻവറിനെ ഓർമ്മപ്പെടുത്തുകയും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അതെല്ലാം അതുപോലെ തന്നെ അംഗീകരിച്ചുകൊണ്ട് പി.വി. അൻവർ വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തി ഇപ്പോൾ ഒടുവിൽ തന്റെ നിലപാട് വളരെ വ്യക്തമായി തന്നെ
അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന കൂടി വന്നതിനു ശേഷം ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ചില രീതികളുണ്ട്, ആ രീതികൾക്ക് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ ഞാൻ സന്നദ്ധനാണ്. ഞാൻ സംസാരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്, പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയാണ് എന്ന് തന്നെ വീണ്ടും പ്രഖ്യാപിക്കുകയാണ് PV അൻവർ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ നിലപാട് സ്വാഗതാർഹമാണ്. അദ്ദേഹത്തിന്റെ ഈ നിലപാട് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും സന്തോഷം നൽകുന്നത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹം നൽകിയിരിക്കുന്ന പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ കേരളത്തിലെ സർക്കാരും പാർട്ടിയും സ്വീകരിച്ച സമീപനം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യഘട്ടത്തിൽ PV അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കാണുമ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് PV അൻവറിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കിട്ടിയാൽ വലിയ ഉപകാരമാവുമല്ലോ, അതിനു വേണ്ടിയല്ലേ ഈ ചോദിക്കുന്നത്, PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടക്കും. ഇതൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണ്. പാർട്ടിയും അത് തന്നെയാണ് വ്യക്തമാക്കിയത്. പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയുടെ ഭാഗമായിട്ട് അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. PV അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് അജിത് കുമാറിനെതിരെ ഉത്തരവിട്ടില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഉന്നതതല അന്വേഷണ സംഘം ഈ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും അത് തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും കൂടുതൽ കരുത്തോടെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനമാണ് PV അൻവർ നടത്തുന്നത്. എന്തായാലും അൻവറിനെ ചാരി എങ്ങനെയെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷത്തെ അങ്ങ് തകർത്ത് കളയാം എന്ന് 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് PV അൻവറിനെ പരമാവധി വേട്ടയാടിയ മാപ്രകളും വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും ചേർന്നൊക്കെ അങ്ങ് മനക്കോട്ട കെട്ടിയല്ലോ. അവരുടെ അണ്ണാക്കിലാണ് PV അൻവർ പടക്കം പൊട്ടിച്ചിരിക്കുന്നത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.